നമസ്കാരം. നമ്മളെല്ലാവരും ശ്രീ ശിവപ്രഭാകര സിദ്ധിയെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. ഒരു ജന്മത്തിൽ തന്നെ പല ശരീരങ്ങളിലൂടെ 700-ലധികം വർഷം ജീവിച്ചിരുന്നു എന്ന കാര്യം എല്ലാവർക്കും അറിയാം. എന്നാൽ അദ്ദേഹം ഏതൊക്കെ ശരീരം ആണ് ഉപയോഗിച്ചതെന്ന് അദ്ദേഹത്തിന്റെ പൂർവ്വജന്മങ്ങളും നമുക്ക് പരിശോധിക്കാം. നമ്മൾ സോൾ അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ മനുഷ്യന്റെ രൂപത്തിൽ ഉള്ള ഒരു പ്രകാശം ആയിരിക്കും തെളിഞ്ഞു വരിക. എന്നാൽ സോൾ എന്നത് ഒരു എനർജി മണ്ഡലം അഥവാ ആത്മമണ്ഡലമാണ്. അവയുടെ ചില ഭാഗങ്ങൾ മാത്രമായിരിക്കും മനുഷ്യ ശരീരമായി ഭൂമിയിൽ ജനിക്കുന്നത്. മാസ്റ്റർ സോൾ എന്നാൽ പ്രപഞ്ചത്തിന്റെ ഊർജ്ജതത്വമായ ശിവതത്വത്തിൽ നിന്നും ഉത്ഭവിച്ച ആത്മമണ്ഡലമാണ്. മാസ്റ്റർ സോളുകൾക്ക് ഒരേ സമയം ഒന്നിലധികം ജന്മങ്ങൾ എടുക്കുവാൻ സാധിക്കും. അതായത് മാസ്റ്റർ സോളിന്റെ ആത്മമണ്ഡലം നിലനിന്നുകൊണ്ട് തന്നെ അതിന്റെ അംശങ്ങൾ ഒരേ സമയം പല ജന്മങ്ങൾ എടുക്കുന്നു. എന്നാൽ ശിവപ്രഭാകര സിദ്ധിയുടെ കാര്യത്തിൽ അദ്ദേഹം പുതിയ ജന്മം എടുക്കാതെ തന്നെ അദ്ദേഹത്തിന്റെ ഫ്രീക്വൻസിക്ക് അനുയോജ്യമായ മറ്റു ശരീരത്തിൽ പ്രവേശിക്കുകയാണ് ചെയ്തത്, അഥവാ പരകായ പ്രവേശം. അതിനും കാരണമുണ്ട്. നമ്മൾ ഒരു ജന്മത്തിൽ ആർജിച്ച സിദ്ധികളും ജ്ഞാനങ്ങളും എല്ലാം മരണത്തോടുകൂടി 50% നശിച്ചു പോകുന്നു. ബാക്കിയുള്ള 50% മാത്രമാണ് അടുത്ത ജന്മം എടുക്കുമ്പോൾ നമ്മളുടെ കുണ്ടലിനിയിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്നത്. ഇത് വീണ്ടും ആക്റ്റീവ് ആകണമെങ്കിൽ നമ്മൾ മുൻ ജന്മങ്ങളിലെ ഏതെങ്കിലും എനർജി ഫീൽഡുമായോ ദേവതകളുമായോ കണക്റ്റ് ആവുകയോ അതേ സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയോ വേണം. അതിന് ചിലപ്പോൾ പതിറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ടി വരും. ചിലപ്പോൾ കർമ്മബന്ധങ്ങളിൽ അകപ്പെട്ടു പോയുമെന്നും വരാം. അതിനാൽ ഈ കാലതാമസം വരാതിരിക്കാൻ അദ്ദേഹം ശരീരം മാറി മാറി ഉപയോഗിച്ച് പുനർജന്മം എടുക്കാതിരുന്നത്. നമുക്ക് അദ്ദേഹം സ്വീകരിച്ച ഏതാനും ശരീരങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പൂർവ്വജന്മങ്ങളെക്കുറിച്ചും പ്രപഞ്ചശക്തിയിൽ നിന്നും കിട്ടുന്ന അറിവുകൾ എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു ജന്മത്തെപ്പറ്റി നോക്കാം. അത് 18 തമിഴ് സിദ്ധന്മാരിൽ പ്രമുഖനായ പാമ്പാട്ടി സിദ്ധൻ ആണ്. ഈ 18 സിദ്ധന്മാർ എന്നറിയപ്പെടുന്ന എല്ലാവരും തന്നെ മാസ്റ്റർ സോളുകളാണ്. പക്ഷേ അവർ 18 പേരല്ല, 24 മാസ്റ്റർ സോളുകളാണ് ആകെ ഉള്ളത്. ഇവരെല്ലാം തന്നെ ഭൂമിയിൽ ജന്മമെടുക്കുന്നത് പ്രപഞ്ച തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ്. ഇവരെല്ലാം പല ജന്മങ്ങളും പരസ്പരം കണക്ട് ചെയ്തുകൊണ്ടാണ് സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ പാമ്പാട്ടി സിദ്ധരെ തന്റെ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ വന്നതും മാസ്റ്റർ സോളിൽപ്പെട്ട സട്ടൈമുനിയാണ്. അദ്ദേഹം പാമ്പാട്ടിയെ തന്റെ ജന്മലക്ഷ്യം മനസ്സിലാക്കി കൊടുക്കുകയും കുണ്ടലിനി സിദ്ധിയിലും അഷ്ടസിദ്ധികളിലും പ്രാവീണ്യം നൽകുകയും ചെയ്തു. വിഗ്രഹാരാധനയേക്കാൾ ഉപരിയായി ശരീരത്തിലെ പരമാത്മാവിനെ ദർശിക്കാനും കുണ്ടലിനി യോഗയിലൂടെ മുക്തി നേടുവാനും പാമ്പാട്ടി സിദ്ധർ ആളുകളെ പരിശീലിപ്പിച്ചു. ആയുർവേദത്തിലും സിദ്ധവൈദ്യത്തിലും വിഷവൈദ്യത്തിലും അദ്ദേഹം പ്രഗത്ഭനായിരുന്നു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ സമാധി മരുതമലയിൽ തന്നെയാണെന്ന് അറിയാൻ സാധിക്കുന്നത്. സാധാരണ ഒരു ഗുരു സമാധിയായാൽ അദ്ദേഹത്തിന് പുനർജന്മം ഉണ്ടായിരിക്കില്ല എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ മാസ്റ്റർ സോളുകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അവരുടെ അംശങ്ങൾ പ്രപഞ്ചത്തിന്റെ ദൗത്യത്തിനു വേണ്ടി വീണ്ടും വീണ്ടും ജന്മങ്ങൾ സ്വീകരിക്കുന്നു. അതുപോലെയുള്ള അദ്ദേഹത്തിന്റെ മറ്റൊരു ജന്മമാണ് വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായ ശംഖു. അദ്ദേഹം ഒരു വാസ്തുശില്പിയായിരുന്നു. ശില്പകല, കെട്ടിട നിർമ്മാണം, ജ്യോതിശാസ്ത്രം എന്നിവയിൽ അദ്ദേഹം പ്രഗത്ഭനായിരുന്നു. രാജകൊട്ടാരങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും നഗരങ്ങളുടെയും ആസൂത്രണത്തിൽ വിക്രമാദിത്യന്റെ പ്രധാന ഉപദേശകൻ ആയിരുന്നു അദ്ദേഹം. ഇനി നമുക്ക് പ്രഭാകര സിദ്ധയോഗിയുടെ മാസ്റ്റർ സോളിന്റെ മറ്റൊരു ജന്മത്തിലേക്ക് പോകാം. ഗലീലിയോയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തെ ആധുനിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെട്ടിരുന്നു. ഭൗതിക ശാസ്ത്രം, ജ്യോതിശാസ്ത്രം എന്നിവയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം ദൂരദർശിനി പരിഷ്കരിക്കുകയും അതുപയോഗിച്ച് ആകാശഗംഗയെയും ഗ്രഹങ്ങളെയും നിരീക്ഷിക്കുകയും ചെയ്തു. ഭൂമിയല്ല
സൂര്യനാണ് കേന്ദ്രം എന്ന അദ്ദേഹത്തിന്റെ വാദം അന്നത്തെ മതവിശ്വാസങ്ങൾക്ക് എതിരായിരുന്നു. അതിനാൽ സഭ അദ്ദേഹത്തെ അവസാന കാലഘട്ടത്തിൽ വീട്ടുതടങ്കലിൽ ആക്കുകയായിരുന്നു. ഇനി നമുക്ക് ഈ മാസ്റ്റർ സോളിന്റെ മറ്റൊരു അംശത്തെക്കുറിച്ച് നോക്കാം. ലോക പ്രശസ്തനായ ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിങ്സ് അദ്ദേഹത്തിന്റെ മറ്റൊരു അംശമായിരുന്നു. പാശ്ചാത്യർക്ക് പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹം ശ്രമിച്ചു. ബ്ലാക്ക് ഹോളിൽ നിന്നും വികിരണങ്ങൾ പുറപ്പെടുന്നു എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. 21-ാം വയസ്സിൽ ALS എന്ന നാഡീരോഗത്തിന് അകപ്പെട്ട അദ്ദേഹത്തിന്റെ ശിഷ്ടജീവിതം ഒരു പോരാട്ടം തന്നെയായിരുന്നു. പ്രപഞ്ചം ഒരു സിംഗുലാരിറ്റിയിൽ നിന്നും ആണ് ആരംഭിച്ചതെന്ന സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചു. അദ്ദേഹത്തെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ വഴിയെ പറയാവുന്നതാണ്. ഇനി നമുക്ക് ശിവപ്രകാര സിദ്ധയോഗിയുടെ ജീവിതത്തെക്കുറിച്ച് തന്നെ പറയാം. 1260-കളിൽ ആലുവ തിരുവൈരാണികുളത്തിനടുത്തുള്ള അകവൂർ മനയിൽ ആണ് അദ്ദേഹം ജനിക്കുന്നത്. 10-ാം വയസ്സിൽ തന്നെ മറ്റു മാസ്റ്റർ സോളുകൾ ഒരു യോഗിയുടെ വേഷത്തിൽ വന്ന് അദ്ദേഹത്തെ ഹിമാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയും അഷ്ടസിദ്ധികൾ പകർന്നു നൽകുകയും ചെയ്തു. വരും നൂറ്റാണ്ടുകളിൽ അദ്ദേഹത്തിന് തുടർച്ചയായി പ്രപഞ്ച ദൗത്യങ്ങൾ ഉള്ളതിനാൽ അദ്ദേഹം വീണ്ടും വീണ്ടും ജന്മങ്ങൾ എടുക്കാതെ പരകായ പ്രവേശത്തിലൂടെ ശരീരങ്ങൾ മാറി മാറി ഉപയോഗിക്കുവാൻ തീരുമാനിച്ചു. വീണ്ടും വീണ്ടും മനുഷ്യജന്മങ്ങൾ എടുക്കുന്നത് കർമ്മബന്ധത്തിൽ അകപ്പെടുവാനും പല സിദ്ധികളും നഷ്ടപ്പെട്ടു പോകുവാനും കാരണമായതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തത്. പല പല ശരീരങ്ങളിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം തന്റെ വിദ്യകൾ പകർന്നു നൽകി. ലോകത്തെ നിയന്ത്രിച്ച പല വ്യക്തികളുടെ ജീവിതത്തിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം കാണാൻ സാധിക്കും. മഹാത്മാഗാന്ധിയും നെഹ്റുവും ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും ശ്രീരാമകൃഷ്ണ പരമഹംസരും CPയും മാതാ അമൃതാനന്ദമയിയും എല്ലാം ഇതിന്റെ തെളിവുകളാണ്. അദ്ദേഹത്തിന്റെ പ്രധാന ദൗത്യങ്ങളിൽ ഒന്ന് ലോകത്ത് പലയിടങ്ങളിലായി മനുഷ്യജന്മം എടുക്കുന്ന ഡിവൈൻ സോളുകളെ തിരിച്ചറിയുകയും അവരെ അവരുടെ ജന്മലക്ഷ്യം കാണിച്ചു കൊടുക്കുകയുമാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള പലരുടെയും അനുഭവങ്ങൾ യൂട്യൂബിൽ ധാരാളം ലഭ്യമാണ്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ആരും പറയാത്ത പ്രപഞ്ച രഹസ്യങ്ങളാണ്. അദ്ദേഹം സ്വീകരിച്ചതും എന്നാൽ ആർക്കും ഇതുവരെ തിരിച്ചറിയാൻ സാധിക്കാത്തതുമായ ഒരു ശരീരത്തെ കുറിച്ച് പ്രപഞ്ചം ഇവിടെ വെളിപ്പെടുത്താൻ പോവുകയാണ്. നമ്മൾ എല്ലാവരും തന്നെ ഷിർഡി സായിബാബയെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലമോ കുടുംബമോ തന്നെ അജ്ഞാതമായി തുടരുന്നു. നമുക്ക് ആ രഹസ്യങ്ങളിലേക്ക് പോകാം. അദ്ദേഹത്തിന്റെ ജനനം ഇപ്പോഴത്തെ ബംഗാളിൽ ഒരു മുസ്ലിം കുടുംബത്തിലായിരുന്നു. ആ ശരീരത്തിൽ ഉള്ള ആത്മാവിന്റെ ആയുസ് 3-ാം വയസ്സിൽ തീരുമെന്ന് അറിയാമായിരുന്ന ദിവ്യനായിരുന്നു ശിവപ്രഭാകര സിദ്ധയോഗി. ആ കുട്ടിക്ക് 3-ാം വയസ്സിൽ തന്നെ ഒരു അപകടമുണ്ടാവുകയും ആ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്ന സമയം തന്നെ പ്രഭാകര സിദ്ധയോഗി ആ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. 2 വർഷത്തോളം അദ്ദേഹം ആ കുടുംബത്തിൽ തുടർന്നു. 5-ാം വയസ്സിൽ അദ്ദേഹം തന്നെ നിയോഗിച്ചിരുന്ന ഒരു സിദ്ധർ വന്ന് ആ ബാലനെയും കൂട്ടി മഹാരാഷ്ട്രയിലെ ഷിർഡി എന്ന സ്ഥലത്ത് എത്തുകയും അവിടെയുള്ള ഒരു വേപ്പുമരത്തിന്റെ അടുത്ത് തന്നെ ഒരു ഭൂഗർഭ അറയിൽ എത്തുകയും 12 വർഷത്തോളം അതിനുള്ളിൽ തപസ്സനുഷ്ഠിക്കുകയും ചെയ്തു. 17-ാം വയസ്സിൽ പുറത്തെത്തിയ അദ്ദേഹത്തെയാണ് അന്നത്തെ ജനങ്ങൾ വേപ്പിൻ ചുവട്ടിൽ കണ്ടെത്തുന്നത്. പിന്നീടുള്ള അദ്ദേഹത്തിന്റെ അത്ഭുത പ്രവൃത്തികളും ജീവിതചരിത്രവും എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. പിന്നീട് അദ്ദേഹം ഒരു നശിച്ചു പോകാറായ മസ്ജിദ് കണ്ടെത്തുകയും അവിടെ പരാശക്തിയുടെ ചൈതന്യത്തെ തിരിച്ചറിയുകയും ചെയ്തു. ദിവസങ്ങളോളം അവിടെ തപസ്സനുഷ്ഠിക്കുകയും താൻ ഈ ശരീരം സ്വീകരിക്കാൻ കാരണം തന്നെ ആ പരാശക്തിയുടെ ചൈതന്യത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹം ആ സ്ഥലത്തെ ദ്വാരകാമയി എന്ന നാമം നൽകി. അദ്ദേഹത്തെ ജനങ്ങൾ ഒരു ഫക്കീറായും സദ്ഗുരുവായും യോഗിവര്യനായും കണ്ട് ആരാധിച്ചു പോന്നു. എല്ലാ മതങ്ങളിൽപ്പെട്ട ആളുകളും അദ്ദേഹത്തിന്റെ ആരാധകരാണ്. പ്രപഞ്ചത്തിൽ നിന്നും എനിക്ക് കിട്ടിയ ഈ അറിവുകൾ വിശ്വാസയോഗ്യമാക്കാൻ അദ്ദേഹം തന്നെ ഒരു തെളിവും സൃഷ്ടിച്ചിട്ട് തന്നെയാണ് പോയത്. അത് അദ്ദേഹത്തിന്റെ ശിഷ്യയായ സദ്ഗുരു രമാദേവി അമ്മയ്ക്ക്
ഷിർദി സായിബാബയുടെ രൂപത്തിൽ അദ്ദേഹം ഒരിക്കൽ ദർശനം കൊടുത്തിട്ടുണ്ട്. ഈ വിവരം എനിക്ക് പിന്നീടാണ് അറിയാൻ സാധിച്ചത്. ഷിർദി സായിബാബയുടെ ശരീരം ഉപേക്ഷിച്ച ശേഷമാണ് ശിവപ്രഭാകര സിദ്ധയോഗി കേരളത്തിൽ കൂടുതലായി കണ്ടു തുടങ്ങിയത്. 1960-കളിൽ അദ്ദേഹത്തെ ഇപ്പോൾ നമ്മൾ കാണുന്ന രൂപത്തിൽ പൊൻകുന്ന ഭാഗത്ത് സ്ഥിരമായി കാണുമായിരുന്നു. മാസ്റ്റർ സോളുകളിൽ ഒരാൾ തന്നെയായ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ പുനർജന്മം ആ ഭാഗത്ത് ഒരു സാധാരണ ജീവിതം നയിക്കുന്നതായി അദ്ദേഹം കണ്ടെത്തി. പ്രഭാകര സിദ്ധയോഗി അദ്ദേഹവുമായി നിരന്തര ബന്ധം സ്ഥാപിക്കുകയും ശാരദാദേവിയുടെ പുനർജന്മത്തെ കൊടുങ്ങൂർ സുബ്രഹ്മണ്യ ക്ഷേത്ര പരിസരത്ത് തന്നെ കണ്ടെത്തുകയും അവർ തമ്മിലുള്ള വിവാഹത്തിന് കാരണക്കാരനാകുകയും ചെയ്തു. ആ വിവാഹം നടക്കുമ്പോഴും ശാരദാദേവിയുടെ പുനർജന്മത്തിന്റെ പ്രായം 13 വയസ്സായിരുന്നു. പ്രഭാകര സിദ്ധയോഗി ഈ വിവാഹം നടത്തി കൊടുക്കുവാൻ കാരണമുണ്ട്. ഏതാനും വർഷങ്ങൾക്കകം തൻ്റെ ഈ ജന്മലക്ഷ്യം അവസാനിക്കുമെന്നും തൻ്റെ ശരീരം ഉപേക്ഷിക്കുമ്പോൾ തൻ്റെ മാസ്റ്റർ സോളിൻ്റെ മറ്റൊരു അംശം ഈ ദമ്പതിമാരുടെ കുടുംബത്തിൽ ജന്മമെടുക്കുമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം അദ്ദേഹം അവരെ വിട്ടുപോകാൻ സമയമായപ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കൃഷ്ണവിഗ്രഹവും സാളഗ്രാമവും യോഗദണ്ഡും അവരെ ഏൽപ്പിക്കുകയും ഇനി നമ്മൾ നേരിൽ കാണുകയില്ലെന്നും എൻ്റെ ഈ വസ്തുക്കൾ നിങ്ങൾ സൂക്ഷിച്ചു വെക്കണമെന്നും അവ സമയമാകുമ്പോൾ എൻ്റെ കയ്യിൽ തന്നെ എത്തിച്ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നീട് അദ്ദേഹം തൻ്റെ അറിവുകൾ പല ആളുകൾക്ക് ഉപദേശിച്ചു നൽകി. അവരെല്ലാം ഇന്ന് കേരളത്തിലെ കലാരംഗത്തും സിദ്ധവൈദ്യരംഗത്തും പേരെടുത്തവരാണ്. മാതാ അമൃതാനന്ദമയ്യെ ലോകത്തിന് സമ്മാനിച്ചത് അദ്ദേഹമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരംശമായ സ്റ്റീഫൻ ഹോക്കിൻസ് 1985-കളുടെ അവസാനത്തോടെ 90% നിർജീവമായി. ശിവപ്രഭാകര സിദ്ധയോഗി 1986-ൽ സമാധിയായത് ഒരു 18-ാം തീയതി പൂരുട്ടാതി നാളിലാണ്. ആ വർഷം തന്നെ ഒരു 18-ാം തീയതി പൂരുട്ടാതി നാളിൽ അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ സോളിൻ്റെ മറ്റൊരംശം ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ പുനർജന്മത്തിൻ്റെ കുടുംബത്തിൽ ജന്മമെടുത്തു. 2018-ഓടെ സ്റ്റീഫൻ ഹോക്കിൻസിൻ്റെ ശരീരം വെടിയുന്നതോടെ പുതിയ ശരീരത്തിൽ എനർജി ആക്റ്റീവായി. പക്ഷേ പല ജന്മങ്ങളിലെ കാർമ്മിക ബന്ധങ്ങൾ അവസാനിക്കുന്നതുവരെ അദ്ദേഹത്തെ ആരും തിരിച്ചറിയില്ല. അതേസമയം ശിവപ്രഭാകര സിദ്ധയോഗിയുടെ മാസ്റ്റർ സോൾ ആസ്ട്രൽ ബോഡിയിൽ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാലാണ് അദ്ദേഹത്തിൻ്റെ സമാധിക്ക് ശേഷവും പലരും അദ്ദേഹത്തെ കണ്ടുവെന്ന് പറയുന്നത്. ആവശ്യം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥൂല ശരീരത്തിൽ ദർശനം തരാൻ സാധിക്കും. ഉദാഹരണം പറയാം. എരുമേലിക്കടുത്തുള്ള പഞ്ചതീർത്ഥം എന്ന ഒരു ക്ഷേത്രമുണ്ട്. അവിടെ പരാശക്തിയുടെ സാന്നിധ്യം കണ്ടെത്തിയത് ശിവപ്രഭാകര സിദ്ധയോഗിയാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് സമീപത്തുള്ള ഒരു എസ്റ്റേറ്റ് മുതലാളി ആ സ്ഥലം കൈവശപ്പെടുത്തുവാൻ ശ്രമിച്ചു. അപ്പോൾ പ്രഭാകര സിദ്ധയോഗി തൻ്റെ ശിഷ്യനായ ഒരു ജ്യോതിഷന്റെ അടുത്തെത്തുകയും കേസ് കൈകാര്യം ചെയ്യണമെന്ന് അറിയിക്കുകയും ചെയ്തു. അവിടെ നിന്നും അപ്രത്യക്ഷനായ സിദ്ധയോഗി തൽക്ഷണം തന്നെ പഞ്ചതീർത്ഥത്തിൽ എത്തിയതായി CCTVയിൽ നിന്നും കാണുവാൻ സാധിച്ചു. അങ്ങനെ ആ കയ്യേറ്റത്തിൽ നിന്നും ആ ക്ഷേത്രത്തെ അദ്ദേഹം രക്ഷിച്ചു. അതുപോലെ തന്നെ പല ആളുകൾക്കും അദ്ദേഹം ദർശനം നൽകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മാംശമായി പിറന്ന ആൾ ഇപ്പോഴും നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. സമയമാകുമ്പോൾ പൊതുമധ്യത്തിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.